നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി. നമുക്കറിയാം, നിയമാനുഷ്ഠാനം വഴി ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ല. ഇവിടെ പറഞ്ഞിട്ടുണ്ട്, വിശ്വാസം വഴി ലഭിക്കുന്ന രക്തം കൊണ്ടുള്ള പാപപരിഹാരമായി ദൈവം അവനെ നമുക്ക് നിശ്ചയിച്ചു തന്നു. ഇവിടെ ഈ പൗലോസ്ലീഹ 1 കൊരിന്ത്യർ 15 പറയുന്നു, നിങ്ങൾക്ക് നൽകിയ ഈ സുവിശേഷം, നിങ്ങളുടെ അടിസ്ഥാനമായി നിൽക്കുന്ന ഈ സുവിശേഷം, നിങ്ങളുടെ രക്ഷ നൽകുന്ന ഈ സുവിശേഷം, അല്ലേ? ഇവിടെ നമുക്ക് ഒരു അനുഷ്ഠാനവുമില്ലാതെ ഈ സുവിശേഷമാണ് എന്ന് പറയുന്നു. ഈ സുവിശേഷം എപ്രകാരമാണ് നിങ്ങൾക്ക് നൽകിയതെന്ന് ഞാൻ നിങ്ങളോട് പറയാം, അല്ലേ? അപ്പോൾ പൗലോസ്ലീഹ പറയാണ്, നിങ്ങൾ അതിൽ അചഞ്ചലരായി നിന്നാൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാവുകയില്ല, അല്ലേ? ആ സുവിശേഷം ഏറ്റവും സർവപ്രധാനമായി കരുതി ആ പൗലോസ്ലീഹ നമുക്ക് ഏൽപ്പിച്ചു തന്ന ആ സുവിശേഷം, ആ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം, ആ വിശുദ്ധ ലിഖിതങ്ങളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് പ്രസംഗിച്ച ഈ അപ്പസ്തോലന്മാർ, ഇവരാരാണ്? എങ്ങനെയാണ് ഇവർക്ക് ഈ സുവിശേഷം നമ്മളോട് പ്രസംഗിച്ചത്? ഇവർക്ക് ഈ യേശു ക്രിസ്തു പ്രത്യക്ഷനായി, അല്ല, ഉയർത്തെഴുന്നേൽക്കപ്പെട്ട യേശു ക്രിസ്തു ഇവർക്ക് പ്രത്യക്ഷനായി. കേപ്പാക്കും 12 പേർക്കും പ്രത്യക്ഷനായി. ഒരുമിച്ച് 500-ലധികം പേർക്ക് പ്രത്യക്ഷനായി. ഇപ്രകാരം പ്രത്യക്ഷനായ ദൈവത്തെ ആ വിശ്വാസത്താൽ അവർ നേരിട്ട് കണ്ട ആ യേശു ക്രിസ്തുവിനെയാണ് അവർ ഇവിടെ പ്രസംഗിക്കുന്നത്. നോക്കാം, അവിടെ പത്രോസ്ലീഹയുടെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ, അല്ലയാ, മനുഷ്യരൂപത്തിൽ നിങ്ങൾ നോക്കുക, അകാലജാതൻ എന്ന പോലെ ഏറ്റവും ഒടുവിൽ എനിക്ക് പ്രത്യക്ഷനായി എന്ന് പൗലോസ്ലീഹ പറയുമ്പോൾ, അല്ലേ, അവിടെ ഒരു മിന്നലി പോലെ ഒരു പ്രകാശമായിട്ടാണ് അവിടെ കാണുന്നത്. അവിടെ നമുക്കറിയാം, പിതാവിനോട് യേശു ക്രിസ്തു പറയുന്നത്, എനിക്ക് മുൻപുണ്ടായിരുന്ന ആ മഹത്വത്തിലേക്ക്, അല്ലേ, അവിടുന്ന് ആ മഹത്വത്തിലേക്ക് പ്രവേശിച്ചു. ആ മഹത്വത്തിലേക്ക് പ്രവേശിച്ച യേശു ക്രിസ്തു, അല്ലേ, വിശുദ്ധിയുടെ ആത്മാവിന് ചേർന്ന വിധം ദൈവപുത്രനായിരിക്കുന്ന യേശു ക്രിസ്തു, പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ആയിരിക്കുന്ന യേശു ക്രിസ്തു അവിടെ നിന്ന് ഒരു മിന്നലൊളി പോലെ, അല്ലേ, ആ പൗലോസിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ആണ് ദൈവം പ്രകാശമാണ്. ആ ദൈവത്തെയാണ് നമ്മളിപ്പോൾ കാണേണ്ടത്. അവിശുദ്ധിയുടെ ആത്മാവിന് ചേർന്ന വിധം ദൈവപുത്രനായിരിക്കുന്ന ആ യേശു ക്രിസ്തുവിനെ ഇവിടെ ഇപ്പോഴും മനുഷ്യർ ജഡപ്രകാരം കണ്ട് ഈ ജഡത്തിൽ അനുഷ്ഠാനം ചെയ്ത് ജീവിക്കുകയാണ്, മനസ്സിലായ? ആ പിതാവായ ദൈവം നമ്മളെ ഉയർപ്പിച്ച് ആ സ്വർഗീയ തേജസ് നൽകാൻ വേണ്ടിയിട്ട് നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ആ സ്വർഗീയമായ അനുഷ്ഠാനമായി ഈ സുവിശേഷം നൽകുമ്പോഴും ഇവിടെ ഇപ്പോഴും ഈ ജഡത്തിൽ അനുഷ്ഠാനങ്ങൾ ചെയ്തുകൊണ്ട് ഒരു ജനം ഇപ്പോഴും ജീവിക്കുകയാണ്. നോക്കാം, ഇവിടെ ആർക്കാണ് പ്രത്യക്ഷനായത്? യേശു ക്രിസ്തു. അവിടെ 3000 പേർക്ക് അപ്പം കൊടുത്തു, 5000 പേർക്ക് അപ്പം കൊടുത്തു. അവരുടെ മുൻപിലാണോ യേശു ക്രിസ്തു അവർക്ക് പ്രത്യക്ഷനാക്കാൻ വേണ്ടായിരുന്നില്ലേ? പക്ഷെ എന്തുകൊണ്ട്? ആരെയാണോ ദൈവം അയക്കുന്നത്? ആരിലൂടെയാണോ ലോകത്തിന് സുവിശേഷം നൽകേണ്ടത്? ഈ സുവിശേഷം വിശ്വസിച്ച് ആരൊക്കെയാണ് രക്ഷ പ്രാപിക്കേണ്ടത്? മനസ്സിലായോ? അപ്പോൾ ആരിലൂടെയാണോ ഈ സുവിശേഷം നൽകപ്പെടേണ്ടത്, അവരിലൂടെയാണ് നമ്മൾ സുവിശേഷം സ്വീകരിക്കേണ്ടത്. അവർക്കാണ് യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ ഇസ്രായേലിലെ ഒരു വലിയ ജനക്കൂട്ടത്തിന് മുൻപിൽ യേശുവിന് പ്രത്യക്ഷപ്പെടാമായിരുന്നില്ലേ? അപ്രകാരം അവർ രക്ഷയിലേക്ക് നയിക്കുക എന്നുള്ളതല്ല ദൈവത്തിൻ്റെ ഉദ്ദേശം. വിശ്വാസം വേണം. ഇത്രയും അവരുടെ ഇടയിൽ വന്ന ആ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് അവർ വിശ്വസിക്കണം, മനസ്സിലായ? എല്ലാം കാഴ്ചയാലല്ല. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ ഉയർപ്പിക്കപ്പെട്ടു എന്ന് പ്രഘോഷിച്ചതിന് ശേഷമാണ് 3000-ഓളം വരുന്ന അവർ വിശ്വാസത്തിലേക്ക് കടന്നു വന്നത്. ആ ഒരു ദിവസം തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം അയക്കുന്നവരെ നാം പിന്തുടരണം. ആരെയാണോ നമ്മളുടെ അടുത്തേക്ക് അയക്കുന്നത് അവർ യേശു ക്രിസ്തുവിനെ കണ്ടവരാണ്, അല്ലേ? അകാലജാതൻ എന്ന പോലെ കണ്ട പൗലോസ്ലീഹയാണ് നമ്മളുടെ അടുത്തേക്ക് അയക്കുന്നത്, അല്ലേ? സഭയെ പീഡിപ്പിച്ചത് നിമിത്തം അയോഗ്യനാണ്, അല്ലേ? ഏറ്റവും പാപി എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത്. ആ ഏറ്റവും പാപിയായ പൗലോസ്ലീഹ പറഞ്ഞെന്താണ്? ഞാൻ എല്ലാവരെയും കൂടുതൽ അധ്വാനിച്ചു. എന്നിട്ട് പറയുന്നത് എന്താണ്? എൻ്റെ കഴിവാണ്, അല്ല, ഇത് കൃപയാലാണ്, ദൈവത്തിൻ്റെ കൃപയാണ് അധ്വാനിച്ചത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, നമ്മളുടെ ഒരു പ്രവൃത്തിയോ ഒരു അനുഷ്ഠാനമോ ഒരു ശക്തിയോ അല്ല. ഇവിടെ രക്ഷിക്കുന്നത് ദൈവത്തിൻ്റെ സുവിശേഷ പ്രസംഗമാണ്. അതുപോലെ ആ ദൈവം നമ്മെ നയിക്കുന്നത് ഈ കൃപയാലാണ്. ആ കൃപയാണ് ഈ പൗലോസും ഏറ്റു പറഞ്ഞത്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഒരു പ്രവൃത്തിയല്ല, ആ പൂർണ്ണമായ യേശു ക്രിസ്തുവാണ്.
യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് ബാക്കിയെല്ലാം നിഴലുകളായിരുന്നു, മനസ്സിലായ? സാപത്തും ആചരണങ്ങളും അപ്പവും എല്ലാം, മനസ്സിലായ? യഥാർത്ഥമാകട്ടെ ക്രിസ്തുവും. ഈ യഥാർത്ഥത്തിലേക്കാണ് നമ്മൾ വരേണ്ടത്. ആ യഥാർത്ഥമായ ക്രിസ്തു ആത്മാവാണ്, പ്രകാശമാണ്, ദൈവത്തിൻ്റെ തേജസ്സാണ്, ദൈവത്തിൻ്റെ പ്രതിരൂപമാണ്. അതുകൊണ്ടാണ് വിശുദ്ധിയുടെ ആത്മാവിന് ചേർന്ന വിധം ദൈവപുത്രനായിരിക്കുന്ന ആ ദൈവത്തിലേക്ക് നമ്മൾ എത്തിച്ചേരേണ്ടതിന്, ആ ദൈവത്തിൻ്റെ സാദൃശ്യം നമ്മൾ സ്വീകരിക്കേണ്ടതിന് ആ സുവിശേഷം ഒരു ആത്മീയ ശുശ്രൂഷയായി, ഹൃദയത്തിൽ നടക്കുന്ന ഒരു ശുശ്രൂഷയായി ഈ സുവിശേഷ പ്രസംഗങ്ങളിലൂടെ നാം രക്ഷ പ്രാപിക്കണം. ഇവിടെ 1 കൊരിന്ത്യർ 15:12 പറയുന്നുണ്ട്, യേശു ക്രിസ്തു ഉയിർപ്പിക്കപ്പെട്ടതായി പ്രഘോഷിക്കപ്പെടുന്നില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാണ്. അവിടെ ആ യേശു ക്രിസ്തു ഉയിർപ്പിക്കപ്പെട്ടതായി പ്രഘോഷിക്കുന്നു. ആരാണ് പ്രഘോഷിക്കുന്നത്? ആ യേശു ക്രിസ്തു ആരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടുവോ അവരിലൂടെയാണ് ഈ പ്രഘോഷണം ഇന്ന് ഈ ലോകം മുഴുവൻ എത്തിയിരിക്കുന്നത്. ഈ പ്രഘോഷണം നടക്കുന്നത് കൊണ്ട് തന്നെയാണ്, ആ യേശു ക്രിസ്തു ഉയിർപ്പിക്കപ്പെട്ട് എന്ന് പ്രഘോഷണം നടക്കുന്നത് കൊണ്ട് തന്നെയാണ് മരിച്ചവർക്ക് പുനരുത്ഥാനമുണ്ട് എന്നുള്ള പറയുന്നത്. ഈ യേശു ക്രിസ്തു ഉയിർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിലോ പുനരുത്ഥാനമില്ല. ഈ പ്രസംഗം വ്യർത്ഥമാണ്, എല്ലാം വ്യർത്ഥമാണ്. ആ യേശു ക്രിസ്തു ദൈവം ഉയർപ്പിച്ചു, അത് പ്രഘോഷിക്കുന്ന ആരാണ്? അതാരാണ് കണ്ടത്? അവരുടെ വാക്കുകളാണ് നാം വിശ്വസിക്കുന്നത്. അവരുടെ മുൻപിൽ ആ ദൈവം പ്രത്യക്ഷപ്പെട്ടു. ആ ഇസ്രായേലിൽ ആ യൂതന്മാർ അവർ കൊല്ലാൻ ഏൽപ്പിച്ചു കൊടുത്ത, അവർ കൊന്ന ആ യേശു ക്രിസ്തു ആ ഉയർത്തെഴുന്നേറ്റു. ഈ പത്രോസിനും ഈ 500-ലധികം പേർക്കും അതേപോലെ പൗലോസിനും എല്ലാം പ്രത്യക്ഷപ്പെട്ടു. അതവർ പ്രഘോഷിക്കുന്നു. അതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ഇതാണ് നമ്മുടെ വിശ്വാസം. ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നാം ഉയർപ്പിക്കപ്പെടും, ഇല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമാണ്. ഇങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ക്രിസ്തുവിൽ നിത്യരാവച്ച് എന്ന് പറഞ്ഞവരെല്ലാം നശിച്ചു പോയിരിക്കുന്നു, അല്ല? അപ്പോൾ നമ്മളുടെ വിശ്വാസത്തിന് വേണ്ടി അയച്ചത് ആരെയാണ്? ആർക്കാണ് പ്രത്യക്ഷപ്പെട്ടത്? അവരാണ് നമുക്ക് സുവിശേഷം നൽകുന്നത്, അവരാണ് നമ്മോട് പ്രസംഗിക്കുന്നത്. നാം അവരെയാണ് ഫോളോ ചെയ്യേണ്ടത്, അവരുടെ വാക്കുകളാണ് കേൾക്കേണ്ടത്. അവർക്കാണ് യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടത്. ആ യേശു ക്രിസ്തു അവർക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന് നാം വിശ്വസിക്കണം. ഈ ജഡത്തിലിരുന്നിട്ട് ഈ ജീവിതത്തിന് വേണ്ടി പ്രത്യാശ വയ്ക്കുന്ന ആളുകളാണ്, അവർ നിർഭാഗ്യവാന്മാരാണ്. ഇവിടെ ഈ ലോകമോ ഈ ലോകത്തിൻ്റെ സുഖഭോഗങ്ങളോ ഈ ലോകത്തിൻ്റെ ജീവിതമോ അല്ല, ആ യേശു ക്രിസ്തുവിൽ ആ പുനരുത്ഥാനം, ആ പ്രത്യാശ, അതിലേക്ക് നയിക്കുന്ന ഈ സുവിശേഷമാണ്. ഈ ലോകത്തിൻ്റെ കാര്യങ്ങളിൽ സുഖഭോഗങ്ങൾ ഇതാവശ്യമാണ്, ജീവിക്കാനത് വേണ്ടേ എന്ന് പറയുന്ന അതിലൊന്നും അർത്ഥമില്ല. ഒന്നുമില്ലെങ്കിലും ഒരു നേരത്തെ ഭക്ഷണമേ ഉള്ളുവെങ്കിലും, ഒരു വസ്ത്രമേ ഉള്ളുവെങ്കിലും ആ ദൈവത്തിൽ ആശ്രയിക്കുന്ന അതാണ് വിശ്വാസം. അല്ലാതെ എനിക്ക് എല്ലാം കിട്ടിയിട്ടും എല്ലാ സുഖങ്ങളും കാറും ബംഗ്ലാവും ഇങ്ങനെയുള്ള വിശ്വാസമല്ല. ഒന്നുമില്ലായ്മ ആയാലും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി ഒരു വലിയ നേട്ടമാണ്. കാരണം ഇത് ഈ ലോകത്തിൽ സ്ഥിരപ്പെടുത്തുന്ന സുവിശേഷമല്ല, ഇത് നമുക്ക് പ്രത്യാശ നൽകുന്ന പുത്രൻ്റെ സഹവാസത്തിലേക്ക് വിളിക്കുന്ന സുവിശേഷം, അവനോടൊത്ത് ജീവിക്കുന്ന സുവിശേഷം, അവൻ്റെ സാദൃശ്യം നമുക്ക് ലഭിക്കുന്ന സുവിശേഷം, അങ്ങനെയുള്ള സുവിശേഷമാണിത്. അതാണ് പറഞ്ഞിരിക്കുന്നത്, നിദ്ര പ്രാപിച്ച എല്ലാവരുടെയും ആദ്യഫലമായി ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടു. നിദ്ര പ്രാപിച്ചവരാരാണ്? പാപം വഴി മരിച്ചവർ. അല്ലാതെ സെമിത്തേരിയിൽ കൊണ്ട് അടക്കിയവരെ മാത്രം ഉദ്ദേശിച്ചാണോ? അല്ല, പാപം ആരിൽ പ്രവേശിച്ചുവോ അങ്ങനെ ആ പാപം വഴി മരിച്ചവർ, അവരുടെ ആദ്യഫലം ആയിട്ട് ഉയർപ്പിക്കപ്പെട്ടത് ആരാണ്? ക്രിസ്തുവാണ്. അല്ലാതെ വേറെ മരിച്ചു പോയ ആരെങ്കിലും അതിക്ക് മുന്നേ ഉയർപ്പിക്കപ്പെട്ട് വന്നതായിട്ട് പറഞ്ഞിട്ടുണ്ടോ? അല്ലയാ, ആ മരിച്ചവരുടെ എല്ലാ ആത്മാവ് ദൈവകരങ്ങളിൽ അഥവാ വിശ്രമത്തിൽ പ്രവേശിക്കുക, അങ്ങനെ കിടക്കുകയാണ്. ഉയർപ്പിക്കപ്പെട്ടത് ക്രിസ്തുവാണ്. അപ്പോൾ ഏലിയ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, ഏലിയ വരും, ഏലിയ വരും, ഏലിയയുടെ ആത്മാവോട് കൂടി വരും. സ്നാപയോഹന്നാൻ വന്നു, അവർ വിശ്വസിച്ചില്ല. ഇവിടെ മനസ്സിലാക്കുക, ആദ്യമായി ഉയർപ്പിക്കപ്പെട്ടത് യേശു ക്രിസ്തുവാണ്. ആദ്യഫലം യേശു ക്രിസ്തുവാണ്. കാരണം നിങ്ങൾ നോക്ക്, ഒരു മനുഷ്യൻ വഴി മരണമുണ്ടായി, അതേപോലെ ഒരു മനുഷ്യൻ വഴി പുനരുത്ഥാനമുണ്ടായി. അപ്പോൾ ഒരു മനുഷ്യൻ വഴി മരണമുണ്ടായത് എങ്ങനെയാണ്? ആ മനുഷ്യൻ ആ ഒരു നിയമം ലംഘിച്ചു, നന്മ തിന്മകളെ കുറിച്ചുള്ള ഫലം അറിയാത്തവൻ അവൻ അത് ലംഘിച്ചു. അപ്പോൾ ഒരു മനുഷ്യൻ വഴി
പുനരുത്ഥാനം ഉണ്ടാകണമെങ്കിൽ ആ നിയമം അവിടുന്ന് വിച്ഛേദിക്കപ്പെടണം, ഇല്ലാതാകപ്പെടണം. അല്ലെങ്കിൽ ആ നിയമം നീക്കപ്പെടുന്നില്ലെങ്കിൽ യേശുക്രിസ്തുവിൽ, അതാണ് യേശുക്രിസ്തു പറഞ്ഞത്, അവൻ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്തു, മനസ്സിലായ, അവയെ ഇല്ലാതാക്കി, കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്തു. അതുകൊണ്ടാണ് ആ ഒരു മനുഷ്യൻ വഴി ഉണ്ടായ മരണം. അതെന്താണ് കാരണം? ഒരു നിയമാനുഷ്ഠാനം. ഇതിനെല്ലാ നിയമത്യാനുഷ്ഠാനങ്ങളെയും അവൻ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്തു. ആദത്തിൽ ഒരു നിയമം വഴി എല്ലാവരും മരണത്തിന് അധീനനായെങ്കിൽ പുനർജീവിക്കണമെങ്കിൽ ആ നിയമത്തെ നിഷ്കാസനം ചെയ്യണ്ടേ? ആ നിയമം അവിടെ നിലനിർത്തിക്കൊണ്ട് പറ്റില്ല, അല്ലേ? ആ നിയമം ലംഘിച്ചു, മരണം വന്നു. ഇനി ആ നിയമത്തെ എന്ത് ചെയ്യണം? ആ നിയമത്തെ ദൈവം നിഷ്കാസനം ചെയ്തു, കുരിശിൽ തറച്ചു. അതുകൊണ്ടാണ് നമുക്ക് ആർക്കും ഒരു നിയമവാനുഷ്ഠാനമില്ല. ആദ്യഫലം ക്രിസ്തു, പിന്നെ അവൻ്റെ ആഗമനത്തിൽ അവനുള്ളവരും, മനസ്സിലായ, അവൻ ആഗമനം ചെയ്യുമ്പോൾ, അല്ലേ? ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ, നാം മരിച്ച് നിദ്ര പ്രാപിച്ചു പോയവരാണെങ്കിൽ അവരെല്ലാവരും അവൻ്റെ പിന്നാലെ വരും. ഈ മരണത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ അവിടുന്ന് എല്ലാ നിയമങ്ങളെയും കുരിശിൽ തറച്ചിട്ടും വീണ്ടും ഇവർ പോയി ആ നിയമങ്ങളും അനുഷ്ഠാനങ്ങളും എടുത്ത് വീണ്ടും മരണത്തെ ആഗമനം ചെയ്യാൻ, മരണത്തെ പുൽകാൻ, അല്ലയാ, യേശുക്രിസ്തു നശിപ്പിച്ച ആ മരണത്തെ വീണ്ടും പുൽകുന്ന ജനങ്ങളാണ് ആ നിയമത്തെ പുൽകുന്നവർ. ക്രിസ്തു എല്ലാ ഭരണവും അധികാരവും എല്ലാം നിർമ്മാർജ്ജനം ചെയ്ത്, മനസ്സിലായ, അനുഷ്ഠാനങ്ങളും എല്ലാം ചെയ്ത് ദൈവത്തിൻ്റെ രാജ്യം പിതാവായ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ എല്ലാത്തിൻ്റെയും അവസാനമാകും, അല്ലയ. എല്ലാം പിതാവിന് സമർപ്പിക്കേണ്ടതിനാണ് എല്ലാത്തെയും യേശുക്രിസ്തു പ്രവർത്തിക്കുന്നത്. എന്നിട്ടും ദുഷ്ടരായ ജനങ്ങൾ വീണ്ടും ആ പാപത്തിലേക്ക് നയിക്കാൻ അനുഷ്ഠാനങ്ങളുമായി വീണ്ടും വന്നിരിക്കുകയാണ്. യേശുക്രിസ്തു നമുക്ക് രക്ഷയ്ക്കായിട്ട് വാഴും, എന്നേക്കും വാഴും. എപ്പോൾ വരെ? ശത്രുക്കളെ മുഴുവൻ പാദസേവകരാക്കുന്നവരെ. എൻ്റെ ശത്രുക്കൾ ഇവിടെയുണ്ട്. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം ഗ്രഹിക്കാതെ, അല്ലയ, ക്രിസ്തുവിനെ സ്വീകരിക്കാത്തവരും എല്ലാവരെയും പാദസേവകരാക്കേണ്ടിയിരിക്കുന്നു, അല്ലയ. ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ശത്രുക്കളുണ്ട്, അനുഷ്ഠാനവാദികളുണ്ട്, അല്ലയ. സുവിശേഷത്തിൽ ആശ്രയിക്കാതെ സ്വന്തം അനുഷ്ഠാനങ്ങളിൽ ആശ്രയിക്കുന്നവരുണ്ട്. ഇവരെല്ലാം ദൈവം പാദസേവകരാക്കാൻ ഉള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്? മരണമെന്ന അവസാന ശത്രു നശിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. എന്നിട്ടും വീണ്ടും ആ മരണത്തെ തേടി പോകുന്ന ജനങ്ങളാണ്, മനസ്സിലായ. ഇവിടെ സകലതും ക്രിസ്തുവിലാണ്, ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിലാണ്, സുവിശേഷത്തിലുള്ള വിശ്വാസത്താലാണ്. ഇപ്രകാരമാണ് പിതാവായ ദൈവം നമുക്ക് വിജയം നൽകുന്നത്. എന്നിട്ടും വീണ്ടും ആ മരണത്തിൻ്റെ നിയമത്തെ, ആ മരണത്തിലേക്ക് നയിക്കുന്ന അനുഷ്ഠാനങ്ങളെ വീണ്ടും ആ മരണത്തെ തന്നെ പുൽകാൻ പോവുകയാണ്. എല്ലാവരെയും, അല്ലയ, പാദസേവകരാക്കും. എല്ലാവരെയും ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ കൊണ്ടു നിർത്തും. എല്ലാ വിശ്വാസികളും എല്ലാ അനുഷ്ഠാനക്കാരെയും എല്ലാം പിതാവായ ദൈവത്തിന് സമർപ്പിക്കുകയും അങ്ങനെ സമർപ്പിച്ചതിന് ശേഷം പുത്രൻ തന്നെയും പിതാവായ ദൈവത്തിന് അധീനനാകും, അല്ലയ. അപ്പോൾ സർവ്വ ദൈവമാണ്, എല്ലാം ദൈവമാണ് എന്നെല്ലാവർക്കും വ്യക്തമാകേണ്ടതിനായിട്ട് ദൈവം അതെല്ലാം വ്യക്തമാക്കി കൊടുക്കും. ഇവിടെ ആ ദൈവത്തെ എല്ലാം ദൈവമാകേണ്ടതിന് ആ ദൈവം തന്നെ ആ പിതാവായ ദൈവത്തിന് പുത്രൻ അധീനനാകുകയാണ്, അല്ലയ. ഇപ്പോൾ അപ്പോൾ നിങ്ങൾ നോക്ക്, ആ പുത്രൻ്റെ സുവിശേഷത്തിന് അധീനനാകാതെ വീണ്ടും അനുഷ്ഠാനങ്ങൾക്ക് അധീനരാകുന്നവരെ കുറിച്ച് ചിന്തിച്ച് നോക്ക്. നിങ്ങൾ നോക്കുക, എന്താണ് ഇവിടെ മരിച്ചവർക്ക് വേണ്ടിയുള്ള ജ്ഞാനസ്നാനം? ഒരു വെള്ളം ഒഴിക്കുന്നതിന് ജ്ഞാനസ്നാനമെന്ന് പറഞ്ഞ കാരണം അതിൻ്റെ പുറകെ നടക്കുകയാണ്. അതാണ് ജ്ഞാനസ്നാനമെന്ന്. എവിടെ നോക്ക്, മരിച്ചവർക്ക് വേണ്ടി. ആരാണ് മരിച്ചവർ? ആദ്യത്തിൽ എല്ലാവരും മരണാധീനരായി. അത് തന്നെയാണ് മരിച്ചവർ, എല്ലാവരും മരിച്ചവരാണ്. ഇവർക്ക് എങ്ങനെയാണ് പുനരുത്ഥാനം ഉണ്ടായത്? ആ യേശുക്രിസ്തു അവർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട്, ഇല്ലയാ, ആ മരിച്ച യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് പ്രത്യക്ഷപ്പെട്ടിട്ട് അവരിലൂടെ സുവിശേഷം നൽകിയിട്ടാണ് ഇവരെ പുനർജീവിപ്പിക്കുന്നത്. അതാണ് ഈ മരിച്ചവർക്ക് വേണ്ടിയുള്ള ജ്ഞാനസ്നാനം. അല്ലാതെ മിഞ്ഞാന്ന് മരിച്ച് കുഴി കിടക്കുന്നവന് വേണ്ടിയിട്ടുള്ളതല്ല. അതാണ് പറയണത്, ഞങ്ങൾ ഇതിന് ഇത്രയും അപകടത്തെ അഭിമുഖീകരിക്കണം, അല്ലയാ. എത്രയോ വലിയ അപകടങ്ങളെ, എത്രയോ ശത്രുക്കളെ അതിജീവിച്ചുകൊണ്ടാണ് അവരിത് പോകുന്നത്. കാരണം അവർക്ക് അതറിയാം, അവർക്ക് മുമ്പിൽ ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടതാണ്. അവർ വിശ്വാസത്തിൻ്റെ നമുക്ക് മുന്നിലുള്ള വഴിയാണവർ. അവരതുകൊണ്ടാണ് നമുക്ക് രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവർ അപകടങ്ങൾ അഭിമുഖീകരിച്ചത്. അവർ ആ യേശു ക്രിസ്തുവിൽ നമുക്ക് വേണ്ടിയിട്ട് പ്രതിദിനം മരിച്ചുകൊണ്ടിരിക്കുകയാണ്, മനസ്സിലായ. വന്യമൃഗങ്ങളുടെ എഫേസസിൽ വെച്ച് പോരാടി, ഇല്ലയാ, മരണവക്രത്തിൽപ്പെട്ടു. എല്ലാവരും അവരെന്ത് വിശ്വാസമാണ്, അല്ലയ. പുനരുത്ഥാനമുണ്ട്, ഇല്ലെങ്കിൽ തിന്നുകയും കുടിക്കുകയും ചെയ്ത് ജീവിച്ചാൽ പോരെ. അവരാണ് പ്രസംഗിക്കുന്നത് പുനരുത്ഥാനമുണ്ട്. ആ പുനരുത്ഥാനം കണ്ടവരാണ്, ആ ക്രിസ്തുവിനെ കണ്ടവരാണ് പ്രസംഗിക്കുന്നത്. അവരുടെ വാക്കുകളാണ് നാം കേൾക്കേണ്ടത്.
അല്ല ഇല്ലെങ്കിൽ എന്താ അവരെന്താ പറയണത്, നമുക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം, വേണ്ട മരിച്ചു പോകും. ഇങ്ങനെ ആരും വഞ്ചിതരാകരുത്, അനുഷ്ഠാനങ്ങളുടെ പിറകെ നടക്കരുത്. അല്ലയാ സദാ നല്ല സംസർഗം അല്ലയാ കൂട്ടുകെട്ട് നമ്മുടെ സദാചാരങ്ങളെ ദുഷിപ്പിക്കും. ദൈവത്തെക്കുറിച്ച് അറിവില്ലാത്തവരാണ് അവർ. മനസ്സിലായ ഏതാണ് നല്ല കൂട്ടുകെട്ട്? നല്ല കൂട്ടുകെട്ട് അപ്പോസ്തലന്മാരിലൂടെ നൽകിയ സുവിശേഷമാണ്. ആ സുവിശേഷം പ്രസംഗിക്കുന്നവരാണ് നല്ല കൂട്ടുകെട്ട്. അതിൻ്റെ ഇടയ്ക്ക് അനുഷ്ഠാനങ്ങളുമായി വന്നവരെ പൗലോസ്ലീഹയുടെ അടുത്ത് തന്നെ എത്രയോ യഹൂദന്മാർ വന്നു. അവരെല്ലാം ഒന്നും എന്തെങ്കിലും ആണെന്ന് കരുതി പോലുമില്ല. അനുഷ്ഠാനങ്ങളെ മുഴുവൻ ചവറ്റുകൊട്ടയിൽ ഇട്ട് മനസ്സിലായി ഉച്ചിഷ്ടം പോലെ കരുതിയ അവനാണ് പൗലോസ്ലീഹ. നമ്മൾക്ക് ഇവിടെ ബംഗ്ലാവോ കെട്ടിടമോ കാറോ സൗന്ദര്യമോ ഒന്നുമല്ല. നമ്മളുടെ പ്രതീക്ഷ എന്താണ്? നമ്മൾ ഉയർപ്പിക്കപ്പെടും. ഏത് തരം ശരീരത്തോടു കൂടിയാണ് നാം ഉയർപ്പിക്കപ്പെടുന്നത്? ഇതാണ് നമ്മളുടെ പ്രത്യാശ. മനസ്സിലായ നമ്മൾ ഈ ജഡത്തിന് വേണ്ടി വിതയ്ക്കരുത്, ഈ ജഡത്തിലൊന്നും കൊയ്യരുത്. മനസ്സിലായ വിഡ്ഢിയായ മനുഷ്യ, ദൈവം എന്താണ് പറയുന്നത്? വിതയ്ക്കുന്നത് അഴുകുന്നില്ലെങ്കിൽ എങ്ങനെ മുളയ്ക്കും? വിത്ത് അഴുകി കഴിഞ്ഞാലല്ലേ അത് മുള വരുള്ളൂ. അതിന് ശരീരം നൽകുന്ന ആരാണ്? ദൈവമാണ്. ദൈവമാണ് ഓരോ വിത്തിനും ഓരോ ശരീരം നൽകുന്നത്. അതുപോലെ തന്നെയാണ് നമുക്കും ഓരോ ശരീരം. മനസ്സിലായ ഭൗതിക ശരീരമുണ്ട്, ആത്മീയ ശരീരമുണ്ട്, സ്വർഗീയ ശരീരമുണ്ട്. മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഓരോ ശരീരം. മനസ്സിലായ ഇവിടെ ഭൗതിക ശരീരമുണ്ട്, അതിൻ്റെ തേജസ് ഒന്ന്, സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് ഒന്ന്. മനസ്സിലായ യേശുക്രിസ്തുവിടെ ഭൗതിക ശരീരത്തിൽ വന്നപ്പോൾ അവിടെ ഭൗതിക ആ തേജസ് കണ്ടില്ലേ? ആ മലയുടെ മുകളിൽ അവർ ആ തേജസ് കണ്ട് അല്ല പൗലോസും പത്രോസും അവരൊക്കെ ആകെ സ്ഥലകാല ബോധമില്ലാത്തവരെ പോലെയായി. അപ്പോൾ ആ ഭൗമിക ശരീരമാണ് അവിടെ അവർ മുമ്പിൽ പ്രകാശിച്ചത്. അപ്പോൾ ഇതേപോലെ ഉള്ള തേജസ്സോടു കൂടിയാണ് ആദവും സൃഷ്ടിക്കപ്പെട്ടത്. മനസ്സിലായോ? ഇതേ തേജസ്സോടു കൂടിയായിരുന്നു. ആ തേജസ്സാണ് നഷ്ടപ്പെട്ടത്. നിങ്ങൾ നോക്ക്, ആ ആത്മീയ തേജസ് അല്ലേ, സ്വർഗീയ തേജസ് അതെന്താണ്? അവിടെ സ്വർഗീയ എസെക്കിയേൽ അവരൊക്കെ ആ ദൈവ തേജസ് അല്ലേ സ്വരം കേട്ടു അവർ കുഴഞ്ഞു വീണു. മനസ്സിലായ അവർ മരിച്ചവരെ പോലെയായി. അപ്പോൾ ദൈവം ഒന്ന് അവരെ സ്പർശിച്ചു, ചാടി എഴുന്നേറ്റ്. മനസ്സിലായ സ്വർഗീയ തേജസ് ഓരോ തേജസ്സിലും വ്യത്യാസമുണ്ട്. മനസ്സിലായ നക്ഷത്രങ്ങളുടെ തേജസ് ഒന്ന്, സൂര്യൻ്റെ തേജസ് ഒന്ന്, അങ്ങനെ തേജസ്സിലും വ്യത്യാസങ്ങളുണ്ട്. മനസ്സിലായ അപ്പോൾ അതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാം. ദൈവം എസെക്കിയേലിന് അവർക്കൊക്കെ പ്രത്യക്ഷപ്പെടുമ്പോൾ അവർ മരിച്ചവരെ പോലെയായി. ആ തേജസ്സിന് മുന്നിൽ നിൽക്കാൻ പോലും കഴിയില്ല. നിങ്ങൾ നോക്കാം, അതേപോലെയാണ് നമ്മളെയും പുനരുത്ഥാനം നൽകി ദൈവം നിലനിർത്താൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു ആ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടത്. ആ ഉയർപ്പിക്കപ്പെട്ടത് ആരും പ്രത്യക്ഷപ്പെട്ടു അവരാണ് നമ്മോട് സംസാരിക്കുന്നത്. അവരിൽ യഹൂദർക്ക് വേണ്ടി അയക്കപ്പെട്ടവരുണ്ട്, വിജാതിയർക്ക് നമുക്ക് വേണ്ടി അയക്കപ്പെട്ടവരുണ്ട്. അല്ല യേശുക്രിസ്തു നേരിട്ട് അവിടെ 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതേപോലെ ദൈവഹിതമനുസരിച്ച് സ്വർഗത്തിൽ നിന്ന് ആ പ്രകാശമായി വന്ന യേശുക്രിസ്തു പൗലോസിനെയും മറ്റുള്ള അപ്പോസ്തലന്മാരെയും തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടവൻ അവരെ അയക്കുമ്പോൾ നാം അവരെയാണ് പിന്തുടരേണ്ടത്. അവരുടെ വാക്കുകളാണ്, അവരുടെ സുവിശേഷമാണ്. നിങ്ങൾ നോക്കുക, ആദ്യ മനുഷ്യനായ ആദം ജീവനുള്ളവനായി തീർന്നു. അവൻ ഭൗമികനാണ്, ഭൂമിയിൽ നിന്നുള്ളവൻ. മനസ്സിലായ ഇപ്പോൾ രണ്ടാമത്തെ ആദം, നമുക്ക് ജീവദാതാവായി വന്ന, നമുക്ക് വീണ്ടും ജീവനായി വന്ന ആദം, അവൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ, ആത്മീയനാണ്. അല്ലേ? ആദ്യത്തേത് ഭൗതികൻ, രണ്ടാമത്തെ ആത്മീയൻ. മനസ്സിലായ അപ്പോൾ നമ്മൾ ഇപ്പോൾ സ്വർഗത്തിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെയാണ് നമ്മളും. അല്ലേ? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആത്മീയനാണ്. അപ്പോൾ നമുക്കുള്ളത് ആത്മീയ ശുശ്രൂഷയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഭൗമികനെ പോലെ ഭൂമിയിൽ നിന്നുള്ളവനെ ആയിരുന്നെങ്കിൽ നമ്മൾ ഭൂമിയിൽ നിന്നുള്ളവൻ്റെ ശരീരം സ്വീകരിച്ചെങ്കിൽ അവനിലുള്ള മരണത്തിന് അധീനമായി തീർന്നെങ്കിൽ ഇപ്പോൾ നമ്മായി തീരേണ്ടത് ആത്മീയനാണ്. സ്വർഗത്തിൽ നിന്നുള്ളവൻ, രണ്ടാമത്തെ ആദമായി വന്ന യേശുക്രിസ്തു, ആ ആത്മീയനാണെങ്കിൽ ആത്മീയ ശുശ്രൂഷയാണ് വേണ്ടത്. ആ ആത്മീയ ശുശ്രൂഷ ഈ സുവിശേഷ പ്രസംഗമാണ്. നമ്മളിനി ശരിക്കാൻ പോകുന്നത് ആത്മീയൻ്റെ ശരീരമാണ്, ഭൗമികൻ്റെ അല്ല. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഭൗമികൻ്റെ ശരീരം ധരിച്ചതുപോലെ ആത്മീയൻ്റെ ശരീരം ധരിക്കും. അപ്പോൾ നമ്മളിനി ധരിക്കാൻ പോകുന്നത് ആത്മീയൻ്റെ ശരീരമാണ്, ആ സ്വർഗത്തിൽ നിന്നുള്ളവൻ്റെ. ആ സ്വർഗത്തിൽ നിന്നുവന്ന ആ ദൈവം യേശുക്രിസ്തു ആത്മീയനാണ്. അവൻ ഭൗതിക ശരീരത്തിലേക്ക് വന്ന ആ യേശുക്രിസ്തു ആത്മീയനാണ്. നിങ്ങൾ ഈ ശരീരത്തിൽ അനുഷ്ഠാനം ചെയ്യേണ്ട, അതിനൊന്നും കൊടുക്കണ്ട. ഈ നശ്വരമായത് ഈ ശരീരം ഒരിക്കലും ദൈവരാജ്യം അവകാശമാക്കില്ല. ഈ നശ്വരമായത് അനശ്വരമായതിന് അവകാശമാക്കില്ല. അതുകൊണ്ട് ഈ നശ്വരമായ ശരീരത്തിന് വേണ്ടി ജീവിക്കാതെ
ഇതിൻ്റെ അനുഷ്ഠാനങ്ങളുമായി വഴി നടത്താതെ ആത്മീയ ശുശ്രൂഷയാകുന്ന സുവിശേഷ പ്രസംഗത്തിൻ്റെ ശുശ്രൂഷയിലേക്ക് കടക്കുക. നിങ്ങളോട് ഞാൻ ഒരു രഹസ്യം പറയുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. മനസ്സിലായോ? ഇവിടെ ഈ പാവം വഴി മരിച്ചവരായിരുന്നു നമ്മൾ. മനസ്സിലായി? നമ്മളെല്ലാവരും നിദ്ര പ്രാപിക്കണമെന്നില്ല. മനസ്സിലായ? നമ്മൾ ആ അവസാന കാലം മുഴുകുമ്പോൾ നാം രൂപാന്തരപ്പെടും. മനസ്സിലായ? അതാണ് ദൈവത്തിൻ്റെ ആ ശരീരം, നമ്മൾ ഈ അഴുകി രൂപാന്തരപ്പെടുന്ന ശരീരം. മനസ്സിലായി? ആ കർത്താവിൻ്റെ കാലം മുഴുകുമ്പോൾ നമ്മൾ നിദ്ര പ്രാപിച്ചിട്ടില്ലെങ്കിൽ നാം രൂപാന്തരപ്പെടും. അങ്ങനെ രൂപാന്തരപ്പെടുമ്പോൾ മർത്യമായത് എന്താണ്? ഇപ്പോൾ അമർത്യമായി. അല്ലയ? നശ്വരമായത് എന്ത് പറ്റി? ഇപ്പോൾ അനശ്വരമായി. അല്ലയ? ഇതെങ്ങനെ ആകേണ്ടിയിരിക്കുന്നു? ഇതിങ്ങനെ ആകാൻ വേണ്ടിയിട്ടാണ് ഈ നശ്വരമായതിൽ നിന്ന് അകന്നിരിക്കുക, ജഡത്തിൽ നിന്ന് അകന്നിരിക്കുക. അല്ലയ? അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന് ശരീരം മുഖേന നാം നിയമത്തിന് മരിച്ചവരായി അല്ലയ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത്. എന്തിനാണ്? നാം ഈ ശരീരത്തിൽ നിന്ന് അകന്നിരിക്കാനാണ്. നാം അനശ്വരമായതിനെ പ്രാപിക്കേണ്ടതിനാണ്. അല്ലയ? ഈ നശ്വരമായതിൽ നിന്ന് അകന്നിരിക്കാൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കപ്പോൾ പൂർണ്ണമായി വ്യക്തമാകില്ലേ ഈ നശ്വരമായത് അനശ്വരതയും ഇങ്ങനെ അത് പ്രാപിച്ചു കഴിയുമ്പോൾ അല്ലയ ആ മരണത്തെ വിജയം ഗ്രസിച്ചു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് യഥാർത്ഥമാവില്ലേ? അപ്പോൾ ആ മരണത്തിൻ്റെ വിജയം എവിടെ? അല്ലയ? ആ യേശുക്രിസ്തു അവനെ ഇല്ലാതാക്കി മരണത്തെ. അല്ലയ? അത് നമുക്ക് പ്രാപിക്കേണ്ടതിന് നാം ഇപ്രകാരം ഈ സുവിശേഷത്തിലൂടെ നടക്കണം. അല്ലയ? അപ്പോൾ നമുക്ക് പറയാം, മരണമേ നിൻ്റെ വിജയം എവിടെ? വീണ്ടും മനസ്സിലാക്കുക, മരണത്തിൻ്റെ ദംശനം പാപവും പാപത്തിൻ്റെ ശക്തി നിയമവുമാണ്. അതുകൊണ്ട് നീ ദൈവ നിയമത്തെ കുരിശിൽ തറച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ ഒരു നിയമവും അനുഷ്ഠിക്കരുത്. വീണ്ടും ആ പാപത്തിൻ്റെ ആ മരണത്തിലേക്ക് പോകാതിരിക്കുക. നിന്നെ വഴിതെറ്റിക്കുന്നവരെ തിരിച്ചറിഞ്ഞുകൊള്ളുക. നിയമത്തിൻ്റെ ശക്തി എന്താണ്? നിയമം അത് പാപത്തിന് ഇട നൽകുന്നതാണ്. ദൈവം ഇല്ലായ്മ ചെയ്തു. ഇനി നിൻ്റെ രക്ഷ ക്രിസ്തുവിലാണ്. നീ ആ സുവിശേഷ പ്രസംഗത്തിൽ വിശ്വസിക്കുന്നതാണ്. ഇത് ആരുടെ അനുഷ്ഠാന പ്രവൃത്തികൾ, അവൻ്റെ മേന്മ വായിക്കുന്ന പ്രവൃത്തികൾ കൊണ്ടല്ല. ഇത് ഈ വിജയം നമുക്ക് നൽകുന്നത്. അതാണ് പറഞ്ഞത്, കർത്താവായ യേശുക്രിസ്തു വഴി, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം വഴി ഈ വിജയം നമുക്ക് നൽകുന്നത് പിതാവായ ദൈവമാണ്. യേശുക്രിസ്തുവിൽ പിതാവായ ദൈവത്തിന് നന്ദി. യേശുക്രിസ്തുവിലാണ് പിതാവായ ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. യേശുക്രിസ്തുവിലാണ് നമ്മെ നിലനിർത്തിയിരിക്കുന്നത്. യേശുക്രിസ്തുവിൽ നമ്മളാകണമെങ്കിൽ ഈ സുവിശേഷത്തിൽ നിങ്ങളാകണം. ഈ ലോകത്തിൻ്റെ സുഖഭോഗങ്ങളെക്കുറിച്ച് ചിന്തിക്കരുത്. ഈ ജഡത്തിൻ്റെ വേണ്ടി ജീവിക്കരുത്. ജഡാഭിലാഷങ്ങളെ തൃപ്തിപ്പെടുത്തരുത്. എന്താ? ഈ അപ്പസ്തലന്മാർക്കറിയാം അവരുടെ ജോലി വെറുതെയല്ല. അല്ലയാ? അവരുടെ ജോലി നിഷ്ഫലമല്ല. അതേപോലെ തന്നെ ഉറപ്പോടു കൂടിയാണ് ഞാനും ഇത് പറയുന്നത്. ഈ ജോലി നിഷ്ഫലമല്ല, വിഫലമല്ല. നിങ്ങൾ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് സമചിത്ത വടിയരുത്, അചഞ്ചലരാകരുത്. നിങ്ങൾ സ്ഥിരചിത്തതയോടെ നിൽക്കുവിൻ, സുവിശേഷത്തിൽ നിൽക്കുവിൻ. നിങ്ങൾക്ക് വേണ്ടി അയച്ചവരാരാണ്? അവരുടെ വാക്കുകൾ ശ്രദ്ധിക്കുവിൻ, ആ വാക്കുകളിൽ നിൽക്കുവിൻ. അത് സുവിശേഷമാണ്. ഒരു സുഖഭോഗമില്ലെങ്കിൽ, ഒരു വീടില്ലെങ്കിൽ, ദാരിദ്ര്യമാണെങ്കിൽ, പട്ടിണിയാണെങ്കിൽ, ഇങ്ങനെയെല്ലാം ആകുന്നു പോകുന്നതാണെങ്കിൽ യേശുക്രിസ്തുവിനെ നിങ്ങൾക്ക് കിട്ടുകയില്ല. അല്ലയാ? ഒന്നിനും നിന്നെ ക്രിസ്തുവിൽ നിന്ന് അകറ്റാൻ കഴിയരുത്. അല്ലയാ? ഒരു ശത്രു അവൻ ഫലപ്രദമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. അല്ലയാ? അവൻ അലറിക്കൊണ്ട് പാഞ്ഞടക്കുന്നുണ്ട്. അവൻ്റെ ജോലി ചെയ്യുന്നുണ്ട്. അവൻ്റെ കിങ്കരന്മാർ അനുഷ്ഠാനങ്ങൾ കൊണ്ടുവന്നാൽ മാത്രമേ അവൻ്റെ പണി പൂർത്തിയാവുകയുള്ളൂ. അതിനുവേണ്ടി അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം അവൻ പ്രവർത്തിക്കും. മനസ്സിലായ? ദൈവം അങ്ങനെയുള്ളവർക്ക് അവർ അശുദ്ധി വിട്ടുകൊടുക്കുകയും ചെയ്യും. മനസ്സിലായ? ദൈവം ഈ സുവിശേഷം അനുസരിക്കുകയും ഇതിൽ ആശ്രയിക്കുകയും ചെയ്യുന്നവരെ മാത്രമാണ് ദൈവം രക്ഷിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും പിതാവായ ദൈവത്തിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും.